ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു എഗ് ബട്ടർ മസാലയാണ്. ടേസ്റ്റിയാണ്, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കടായിലേക്കോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3 സവാള ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്കോട്ട് ഒരു മീഡിയം സൈസിൽ ഞാൻ എടുത്തേക്കുന്ന ഒരു 3 തക്കാളി മിക്സി ജാറിലേക്കോട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സി ജാറിലേക്കോട്ടിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു കടായിലേക്കോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് അരച്ച് വെച്ചേക്കുന്ന ആ തക്കാളി പേസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും നമ്മളിത് വഴറ്റിയെടുത്താൽ മതി. നമുക്കിതിലേക്കോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്കോട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് പൊടിച്ച് നമുക്ക് കറിയിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കസൂരി മേത്തി ഇതിലേക്കോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കോട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ എഗ് ബട്ടർ മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.